ഞാൻ ഈ ടോക്ക് പറഞ്ഞു തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. കുറേ അധികം പേര് കൊള്ളാമെന്ന് പറയാറുണ്ട്, പക്ഷേ ആരെങ്കിലുമൊക്കെ കൊള്ളില്ലെന്ന് പറയാറുണ്ട്. കൊള്ളാമെന്ന് ഒത്തിരി പേര് പറയുമ്പോൾ ഞാൻ അത്ര സന്തോഷിച്ചിട്ടില്ല. പക്ഷേ ചില സമയങ്ങളിൽ കൊള്ളില്ല എന്ന് പറയുമ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട്. കൃത്യമായി ചിലർക്ക് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. കുറച്ചും കൂടിയൊക്കെ ബൈബിൾ റെഫറൻസ് പറയണം, കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ ആധികാരികമായിട്ട് ദൈവശാസ്ത്രം പറയണം എന്നൊക്കെ പറയാറുണ്ട്. ഞാനിപ്പോൾ ഓർക്കും, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ എത്തുന്നുണ്ടോ? കൊള്ളാമെന്ന് ഒത്തിരി പേര് പറയുന്നിടത്ത് ഞാനിങ്ങനെ കുടുങ്ങിയിട്ടില്ലെങ്കിലും കൊള്ളില്ല എന്ന് പറയുന്നിടത്ത് ചിലപ്പോൾ ഞാൻ കുടുങ്ങിപ്പോയിട്ടുണ്ട്, സ്റ്റക്കായി പോകാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഗോസ്പൽ എനിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്നെപ്പോലെ ചില വിമർശനങ്ങൾക്കിടയിൽ സ്റ്റക്കായി പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ന് യേശു ഒരു ഊമനായ പിശാച് ബാധനെ സുഖപ്പെടുത്തിയതിന് ശേഷം കുറേ അധികം പേർ അത്ഭുതപ്പെട്ടു. കാര്യം ഇത് ഫസ്റ്റ് ടൈമാണ്. ഇങ്ങനെ ഒരാൾ ഇതിനുമുമ്പ് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരാൾ ഇതിനുമുമ്പ് ചെയ്തതായിട്ട് കേട്ടിട്ടുമില്ല. അങ്ങനെ എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ ഫരിസേയർ ഒരു ആരോപണം ഇറക്കി. ഇവനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ്. ഇങ്ങനൊരു ആരോപണം വളരെ നന്നായിട്ട് അവർ പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ ആരോപണം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നിടത്താണ് അടുത്ത വചനം പറയുന്നത്, അവൻ അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചും ദൈവരാജ്യത്തിന് സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗികളെയും വ്യാധികളെയും സുഖപ്പെടുത്തിയും ആ ഗ്രാമത്തിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. അതാണ് അടുത്ത വചനം. ഈ ആരോപണം ആ നാട്ടിലെങ്ങും സ്പ്രെഡായപ്പോഴും അവൻ ആരോപണം കേട്ടില്ല, കേട്ട ഭാവം നടിച്ചേയില്ല. ഹി വാസ് ഡൂയിങ് ഹിസ് മിനിസ്ട്രി. അവൻ മൂവ് ചെയ്തുകൊണ്ടിരുന്നു. അതാണല്ലോ ചുറ്റി സഞ്ചരിച്ചു എന്നൊരു വാക്ക് കൊടുത്തത്. അവനെ തടുക്കാൻ ആരെക്കൊണ്ടും പറ്റിയില്ല. ഹി വാസ് മൂവിങ്. ആ മൂവ്മെൻറ്റിനെ തടുക്കാൻ മനുഷ്യരുടെ ആരോപണങ്ങൾക്കോ അവരുടെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ പറ്റിയില്ല. നമ്മൾ ഓർക്കേണ്ടത്, ചില ആരോപണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സ്റ്റക്കായി പോവും. ഒത്തിരി എഫേർട്ട് ഇട്ട് ഒത്തിരി ടൈം എടുത്ത് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ യുണീക്കാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ കൊള്ളാമെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ടാവും. പക്ഷേ ആരെങ്കിലും ഒരാൾ കൊള്ളില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ ആ ഫ്ലോയിൽ ഇങ്ങനെ തടസ്സം വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഓർക്കണം, നമ്മളുടെ റോൾ മോഡൽ ക്രിസ്തുവാണ്. പല വിമർശനങ്ങൾ വരുമ്പോഴും പല കയ്യടികൾ വരുമ്പോഴും സന്തോഷിക്കാനോ സങ്കടപ്പെടാനോ നമ്മുടെ മിനിസ്ട്രിക്ക് സാധിക്കരുത്. നമ്മൾ ആരെ നോക്കിയാണോ ഈ പരിപാടിക്ക് ഇറങ്ങിയത് അയാളെ നോക്കി മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. മനുഷ്യരുടെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ നമ്മളെ തടസ്സപ്പെടുത്താൻ കഴിയരുത്. അങ്ങനൊരു എനർജി വരുന്നതാണ് ദ ഗോസ്പൽ. ഒരു വീടിനകത്ത് ഒരമ്മ അടുക്കളയിൽ എന്തുമാത്രം മൂവ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഭക്ഷണം കൊള്ളില്ലെന്ന് മക്കൾ പറയുമ്പോൾ പെട്ടെന്ന് അമ്മ സ്റ്റക്കായി പോകും. ഒരു വീട്ടിലൊരപ്പൻ രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ മക്കൾ പ്രതീക്ഷിക്കത്തില്ലെങ്കിൽ അപ്പൻ പെട്ടെന്ന് സ്റ്റക്കായി പോവും. ഒരു ദേവാലയത്തിനകത്ത് തൻ്റെ ദൈവജനം അത്ര പ്രതീക്ഷിക്കത്തെത്തിയില്ലെങ്കിൽ ഒരു വികാരിച്ചൻ സ്റ്റക്കായി പോവും. ഒരു കോൺവെൻറ്റിനകത്ത് ജീവിതം അത്ര സുഖകരമായി പോയില്ലെങ്കിൽ ഒരു സിസ്റ്റർ സ്റ്റക്കായി പോവും. എന്തിൻ്റെ പേരിലും നമ്മൾ സ്റ്റക്കാനുള്ള ചാൻസുകൾ ഒത്തിരിയാണ്. അത് ആര് കാരണമെന്ന് ചോദിച്ചാൽ കൂടെയുള്ള ചില മനുഷ്യർ കാരണമൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ ഓർക്കേണ്ടത്, കൂടെയുള്ള മനുഷ്യരുടെ വിമർശനങ്ങൾ കേട്ട് നമ്മളൊക്കെ സ്റ്റക്കായാലേ നമ്മുടെ മൂവിങ് ക്ലിയർ ആകില്ല. ക്രിസ്തുവാണ് നമ്മുടെ റോൾ മോഡൽ. മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അവൻ സഞ്ചരിച്ച പോലെ ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഒരു വെള്ളം എത്ര മനോഹരമായിട്ടാണ് ഒഴുകി കടലിലേക്ക് എത്തുന്നത്. ദൈവമാകുന്ന ആ കടലിലേക്ക് എത്താനാണ് നമ്മുടെ ഈ ഒഴുക്ക്. ആ ഒഴുക്കിനെ ഏതൊരു മനുഷ്യരുടെ വാക്കുകൾ കൊണ്ട് തടസ്സപ്പെടുത്താതിരിക്കട്ടെ. ചെയ്യുന്ന കാര്യങ്ങൾ മനോഹരമായി ക്രിസ്തുവിനെ നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.